ആരാ? സുബ്ബലക്ഷ്മി അമ്മാളുടെ വീടല്ലേ ഇത്? സുബ്ബലക്ഷ്മി അമ്മ ഞങ്ങളുടെ ഹോം അപ്ലയൻസിൽ ഒരു കുറി ചേർന്നിരുന്നു. അത് നറുക്കിട്ടപ്പോൾ സുബ്ബലക്ഷ്മി അമ്മയ്ക്കാണ് 1ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ അടിച്ചത്. അത് കൊടുക്കാൻ വേണ്ടി വന്നാ. ആട്ടെ, സുബ്ബലക്ഷ്മി അമ്മ എവിടെ? സുബ്ബു പുറത്തു പോയല്ലോ. നിങ്ങൾ സുബ്ബുവിന്റെ ആരാ? ഞാൻ വന്ന് സുബ്ബുവിന്റെ അപ്പ അയ്യര്. ഓക്കെ, സാരമില്ല. അപ്പയായ സ്ഥിതിക്ക് നിങ്ങൾ ഒപ്പിട്ടാലും മതി. ഇവിടെ സുബ്ബുവിന് അടിച്ച വാഷിംഗ് മെഷീൻ അല്ലേ? എടുത്തു അകത്ത് കയറ്റി. പതുക്കെ വീടല്ലേ ശിവ ശിവ നാരായണ നാരായണ. ഹര ഹര ശിവ ശംഭോ ഹര. ശിവ ശിവ സച്ചിദാനന്ദ. എടാ ഇമ്മി, നിന്റെ കുടുംബം ഞാൻ കുളം തൊട്ടിട്ടാണ് ഇരിക്കുള്ളൂ. നിന്നെ ഞാൻ കാണിച്ചു തരാവടാ. അവിടെ ഇരിക്കണ ഇവിടെ തന്നെ അവിടെ ഒന്നില്ലേ? പോയി കിടക്കാണ്. ഒരാളുണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. നമ്പൂതിരിയോ? നമ്പൂതിരി ശിവ ശിവ. വീട്ടിലല്ലേ എങ്കയോ വച്ചിട്ട് പോയിരിക്കും. മറന്നിട്ട ഇവിടെ എവിടെയോ ഇരിക്കുന്നു. എങ്ക പോയി പാക്കണം. വീട്ടിലേക്കെല്ലാം കിച്ചണ വൃത്തി വെച്ചേക്കാം. ഒച്ചേട്ടെ, ഇതൊക്കെ ഇന്നെടുത്തിരിക്കട്ടെ. ഇങ്ങനെ അവിടെ നിന്നിട്ട് 96,000 രൂപയുണ്ട്. എടാ ജിമ്മി, നിന്റെ കുടുംബം ഞാൻ കുളം തോട്ടിട്ടാണ് ഇരിക്കുള്ളൂ. എടാ ഞാൻ ആരാന്നാടാ നിന്റെ വിചാരമേ? കേട്ടോ ഹലോ, ഓപ്പറേഷൻ സക്സസ്. എല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നാൽ മതി. ഇങ്ങോട്ട് വരാൻ. പോയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോന്നോ? സുബ്ബുന് പിന്നെ സമ്മാനം അടിച്ചോ? സോറി സാർ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. ഇവിടുത്തെ മാഡത്തിന് വാഷിംഗ് മെഷീൻ അല്ല സമ്മാനമായി കിട്ടിയത്, ഫ്രിഡ്ജാ. എനിക്ക് അപ്പളേ സംശയം ഉണ്ടായിരുന്നു. സുബ്ബുന് ഒരു തരത്തിലും വാഷിംഗ് മെഷീൻ കിട്ടാൻ ആയില്ലെന്ന്. ഫ്രിഡ്ജാ കിട്ടേണ്ടതാ. അപ്പൊ ഫ്രിഡ്ജ് കൊണ്ടുണ്ടോ? ഇല്ല, കമ്പനി ഇപ്പൊ വാഷിംഗ് മെഷീൻ തിരിച്ചു കൊണ്ടുപോവുക. ഫ്രിഡ്ജ് ഇന്ന് തന്നെ കൊണ്ടുവരും. എന്നാ വേഗം എടുത്തോണ്ട് പോയിട്ട് ആ കുന്ത്രാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാ. പെട്ടെന്ന് പോയിക്കോ. അങ്ങോട്ട് നേരെ അവിടെ പോവാ. അപ്പൊ ഫ്രിഡ്ജ് വേഗം കൂടെ എത്തിക്കില്ലേ? ഇപ്പൊ തന്നെ കൊണ്ടുവരാം. സുബ്ബുവിന്റെ ഒരു ഭാഗ്യം. ശിവ ശിവ.